Ashraf Achus here. Welcome to Pathfinder. Today I am talking about how to find happiness. നമ്മൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് എൻ്റെ വിഷയം. അല്ലെങ്കിൽ ഹൗ ടു ബി ഹാപ്പി, എങ്ങനെ ഹാപ്പി ആയിരിക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുമോ ജീവിതത്തിൽ? ഒരിക്കലുമില്ല. ജീവിതം എന്ന് പറയുന്നത് സങ്കടങ്ങളും ടെൻഷനുകളും പേടികളും സന്തോഷവും എല്ലാം ചേർന്നതാണ് ജീവിതം അല്ലേ? എന്നാൽ സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ട് അല്ലേ? ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് ജോബ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സന്തോഷം കണ്ടെത്താനുള്ള ഒരു 5 ടിപ്സ്, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ദ ഫസ്റ്റ് വൺ, ലിവ് ഇൻ ദ മൊമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഇന്നിൽ ജീവിക്കുക. നമ്മൾ ഇന്നലകളിലും നാളെകളിലുമായി ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് സന്തോഷം കിട്ടാത്തത്. നമ്മൾ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ നാളെ എന്താകും എന്നുള്ള ഫ്യൂച്ചറിനോടുള്ള ആദി. ഇതൊക്കെയാണ് പ്രസൻറ്റിലെ നിങ്ങളുടെ സന്തോഷത്തെ കൊല്ലുന്നത്. സോ ഫോർഗെറ്റ് പാസ്റ്റ് ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ദ ഫ്യൂച്ചർ. ഇന്നലകളെ മറന്ന് നാളെയുടെ പേടി മാറ്റി ഇന്നിൽ ജീവിക്കുക. കാരണം അത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലേ? ഇന്നലകൾ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നാളെയോ അത് നിങ്ങൾക്കുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. സോ ഇന്ന് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, ഇന്ന് നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് ടിപ്പ്. ലിവ് ഇൻ ദ മൊമെന്റ്. ദ സെക്കൻഡ് വൺ, മേക്ക് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇന്ന് പലർക്കും സന്തോഷമില്ലാത്തതിന് കാരണം അനാരോഗ്യമാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥയാണ്. നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ലൊരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. നല്ലൊരു ആരോഗ്യമുള്ള മനസ്സിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾ നല്ല ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് മൈൻഡായിരിക്കും. രാവിലെ എണീറ്റ് വ്യായാമമൊക്കെ പതിവാക്കി നല്ല ഓർഗാനിക് ഫുഡൊക്കെ കഴിച്ച് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കൊല്ലുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഹാബിറ്റ്സുകളുമായി നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. മേക്ക് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദ തേർഡ് പോയിന്റ്, തിങ്ക് അബൌട്ട് യുവർ പോസിറ്റീവ് സൈഡ്സ്. നിങ്ങളുടെ പോസിറ്റീവ് വശത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കൊക്കെ കേട്ട് നിങ്ങളെപ്പോഴും നിങ്ങളെ ഒരു തോൽവിയായി വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷമുണ്ടാവില്ല. നിങ്ങൾക്ക് ഒന്നിൽ കഴിവില്ലെങ്കിൽ മറ്റൊന്നിൽ കഴിവുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ പാടാൻ കഴിവില്ല, പക്ഷേ നിങ്ങൾ നന്നായി പാട്ട് എഴുതും. അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിന് കുറച്ച് മോശമാണ്, പക്ഷേ നിങ്ങൾ നന്നായി ചിത്രം വരക്കും. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കഴിവുകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഉള്ള കഴിവുകളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കുക. ആക്സെപ്റ്റ് ദ തിങ് യു കാൻ ചേഞ്ച്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കാതെ അത് മാറുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ കഴിവെനിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ നിങ്ങളുടെ ഉള്ള കഴിവുകളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കുക. ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ പോസിറ്റീവ് സൈഡ്സ്. അതാണ് ദ തേർഡ് ടിപ്പ്. ദ ഫോർത്ത് ടിപ്പ്, സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ ലവ്ഡ് പീപ്പിൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ സമയം ചെലവഴിക്കുക. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, ആരുടെ കൂടെയാണോ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കൂടെയൊക്കെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഹാപ്പി ആയിരിക്കും. കാരണം അവരെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളോ അല്ലെങ്കിൽ പാസ്റ്റ് കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കലോ ഒന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അവരെപ്പോഴും ഒരു പ്ലസൻറ്റ് മൈൻഡായിരിക്കും അവർക്ക്. സോ അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ ക്വാളിറ്റി ടൈം തന്നെ അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാല്യുബിൾ ടൈം തന്നെ അവർക്ക് കൊടുക്കണം. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് നമ്മൾ ഫോണിൽ കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ ലവ്ഡ് പീപ്പിൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ സമയം ചെലവഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദ ഫിഫ്ത്ത് വൺ, ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളത് എന്താണോ അതിൽ തൃപ്തി അടയുക, അല്ലെങ്കിൽ അതിൽ സംതൃപ്തനായിരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് മിക്കവരുടെയും സന്തോഷത്തെ കൊല്ലുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ തൃപ്തിയില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് എന്താണോ ഉള്ളത് അതിൽ നമുക്ക് തൃപ്തി അടയാൻ കഴിയണം, അല്ലെങ്കിൽ അതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ആരുമായിട്ട്. നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാകുന്നത്. എപ്പോഴും മറ്റുള്ളവർക്കുള്ള അനുഗ്രഹത്തെയും മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കമ്പയർ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുക? സോ ഡോണ്ട് കമ്പയർ അറ്റ് ഓൾ. നിങ്ങൾക്ക് കിട്ടിയ ജീവിതത്തെ തൃപ്തിയടഞ്ഞ് ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. യുവർ ഹാപ്പിനെസ് ഷുഡൻറ്റ് ഡിപ്പെൻഡ് ഓൺ മണി. നിങ്ങൾ ഒരിക്കലും പണത്തെ ആശ്രയിച്ചായിരിക്കരുത് ഹാപ്പിനെസ്. ഇപ്പോൾ ഒരുപാട് പണമുള്ള അല്ലെങ്കിൽ ഒരുപാട് ജീവിത സൗകര്യമുള്ള ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെന്നില്ല അല്ലേ? ജീവിതത്തിൻ്റെ താഴെക്കിടയിൽ ജീവിക്കുന്ന ആൾ വളരെ ഹാപ്പിയായി ജീവിക്കുന്നതും കാണാം. സോ ഹാപ്പിനെസ് ഈസ് ഇൻസൈഡ് ജോബ്. അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. സോ ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാറ്റ് യു ഹാവ്. നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ സംതൃപ്തനായിരിക്കുക എന്നുള്ളതാണ് ദ ഫിഫ്ത്ത് പോയിന്റ്. അപ്പോൾ ഇതൊക്കെയാണ് സന്തോഷം കണ്ടെത്താനുള്ള ഒരു 5 വഴികൾ. ഇനി ഒരുപാട് വഴികളുണ്ട് സന്തോഷം കണ്ടെത്താൻ. മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സഹായം ചെയ്താൽ അതിന് നന്ദി അറിയിക്കുക, അതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്.
ദ കീ ടു യുവർ ഹാപ്പിനെസ് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ. അത് മറ്റൊരാൾക്കും കൊടുക്കരുത്, അത് മറ്റൊരു വസ്തുവിനോ പണത്തിനോ ഒന്നിനും കൊടുക്കരുത്. ഏത് ജീവിത സാഹചര്യത്തിലും നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും. സോ ഓൾവേസ് ബി ഹാപ്പി. നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക. സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ്. എനിവേ ടുഡേ ഐ ആം സൈനിങ് ഓഫ്. വീണ്ടും ഒരു പുതിയ വിഷയവുമായി കാണുന്നത് വരെ ബൈ.